ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. കഴിഞ്ഞ പ്രാവശ്യം നാം ധ്യാനിച്ചത് കോരിന്ത്യ സഭ എത്രമാത്രം ദൈവിക നന്മകൾ അനുഭവിച്ച ഒരു സഭയായിരുന്നു. പൗലോസ്ലീഹ 18 മാസം രണ്ടാമത്തെ മിഷണറി യാത്രയിൽ കോരിന്തിൽ താമസിച്ച് കാൽവറി ക്രൂശിൻ്റെ സ്വർഗീയമായ മർമ്മങ്ങൾ വചനത്തിലൂടെ പൊരുൾ തിരിച്ച് പറഞ്ഞു കൊടുത്തു. ആത്മാവ് അവരോട് ഇടപെട്ടു. ജാതികളിൽ നിന്ന് അനേകർ സ്നാനമേറ്റ് പരിശുദ്ധമായിരിക്കുന്ന സഭയോട് ചേർന്നു. ക്രൂശിലൊരുക്കിയ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. അവർ നന്നായിട്ട് ഓടിയിരുന്നു എന്ന് പൗലോസ്ലീഹ സ്തോത്രത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പിന്നീട് സാക്ഷിക്കുന്നുണ്ട്. അവർ വചനത്തിലും ദൈവികമായ പരിജ്ഞാനത്തിലും സമ്പന്നരായിരുന്നു. അനേക കൃപാവരങ്ങൾ അവർ അനുഭവിച്ചവരായിരുന്നു, കൃപാവരങ്ങൾ ഉള്ളവരായിരുന്നു. മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ അവരെ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. കർത്താവായ യേശുക്രിസ്തു കേന്ദ്രമായി നടത്തുന്ന പരിശുദ്ധമായ സഭയോട്, കൂട്ടായ്മയോട് അവർ പറ്റിച്ചേർന്ന് നടന്നു. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കളെ മേഘത്തിന് കീഴിൽ ദൈവം കാത്തു പരിപാലിച്ച് പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ നടത്തുന്നത് പോലെ നടത്തിയതായ ദൈവത്തിൻ്റെ കാവലും കരുതലും നടത്തിപ്പും അവർ രുചിച്ചു. പൗലോസ്ലീഹ ഓർപ്പിക്കുന്നതാണ് കാര്യം. ദൈവത്തിന് സ്തോത്രം. അന്ന് ഇസ്രായേൽ മക്കൾ സമുദ്രത്തിൽ കൂടി നടന്ന് ശത്രുവിനെ ദൈവം നിഗ്രഹിച്ചതും അവരെ രക്ഷിച്ചതും അത്ഭുതകരമായി ജീവിതത്തിൽ ദൈവത്തിൻ്റെ നടത്തിപ്പ് രുചിച്ചവരാണ്. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൻ്റെ ചൂട് അവർ രുചിച്ച് അനുഭവിച്ചവരാണ്. അന്ന് ഇസ്രായേൽ മക്കൾ സ്വർഗത്തിൽ നിന്ന് നൽകിയതായിരിക്കുന്ന മന്ന ഭുജിച്ചു വളർന്നതുപോലെ ദൈവത്തിൻ്റെ സ്തോത്രം, ആത്മീയമായിരിക്കുന്ന ആഹാരം, കാൽവെളിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ സ്തോത്രം, തിരുവിലാവിൽ നിന്ന് ഒഴുകുന്നായ തങ്കച്ചവരുടെ ശുദ്ധീകരണ ശക്തിയുടെ വ്യാപാരം രുചിക്കുവാൻ കരുണ ലഭിച്ചവരായിരുന്നു കോരിന്തിലെ ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. ആ ജീവജലത്തിൻ്റെ നദിയിൽ നിന്ന് കുടിച്ചു വളർന്ന ഒരു കൂട്ടം ആളുകൾ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവരെ ദൈവം തനിയെ വിട്ടില്ല. അവരെ അനുഗമിച്ച പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. എന്നാൽ നമുക്കോ ദൈവത്തിന് സ്തോത്രം, കാൽവറിയിൽ നമുക്ക് വേണ്ടി തുറന്ന ആ ഉറവയിൽ നിന്ന് ജീവജലം പകർന്നു തന്നു. കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തു. പക്ഷെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പരിശുദ്ധാത്മാവിനെ നടത്തിപ്പുകാരനായി നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചു തന്നു. കോരിന്ത്യ സഭയോട് വ്യക്തമായി പൗലോസ്ലീഹ പറഞ്ഞു. അങ്ങനെ എല്ലാ നന്മകളും ദൈവസാന്നിധ്യത്തിൻ്റെ സുഖവും ദൈവസ്നേഹത്തിൻ്റെ കരുതലും ചൂടും അനുഭവിച്ച് മുന്നോട്ട് പോയ ദൈവമക്കൾ ലോകത്തിലേക്ക് ഇറങ്ങി. വലിയൊരു ധാർമ്മികമായ അധപ്പതനം അവരുടെ മധ്യത്തിൽ നടന്നു. ദൈവം വേദനിക്കുന്ന പാപ വഴികളിലൂടെ അഴിഞ്ഞാടി കുത്തഴിഞ്ഞൊരു ജീവിതം നയിക്കുവാനായിട്ട് തുടങ്ങി. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏതെല്ലാം വിധത്തിൽ, ഏതെല്ലാം തരത്തിൽ അവർ തെറ്റിപ്പോയി. ദൈവികമായ നന്മകൾ അനുഭവിച്ച് രുചിച്ച ദൈവമക്കൾ ഏതെല്ലാം പാപ വഴികളിലേക്ക് ഇറങ്ങി നശിച്ചുപോയി എന്നാണ് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പൗലോസ്ലീഹ വേദനയോട് പറയുന്നുണ്ട്, അന്നത്തെ ഇസ്രായേൽ മക്കളെ പോലെ ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളിൽ മിക്ക പേരിലും ദൈവം പ്രസാദിക്കുന്നില്ല. എന്തിനാണ് ഈ വചനം നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്? വായിച്ചേ 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിച്ചേ. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കിത് ബുദ്ധി ഉപദേശത്തിനാണ്. ദൈവത്തിന് സ്തോത്രം.
നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബുദ്ധി പറഞ്ഞു തരികയാണ്. അന്നത്തെ കോരിന്ത് സഭയിലെ ദൈവമക്കൾക്ക് പറ്റിയതായിരിക്കുന്ന അപകടം നിങ്ങൾക്കും ഭവിക്കാതിരിക്കാനാണ് ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സത്യത്തെ നിങ്ങൾക്ക് തരുന്നത്. 10:6 ഒന്നോടെ വായിച്ചേ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. നാമും ഈ പാപത്തെ ആവർത്തിച്ച് നമുക്ക് നാശം സംഭവിക്കാൻ ഇടവരുത്. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ദൈവം പറഞ്ഞു തരികയാണ്. നമുക്ക് ശാന്തമായി ചിന്തിക്കാം. ഏതെല്ലാം രംഗങ്ങളിലാണ് അവർ ദൈവത്തെ വിട്ട് ദൈവത്തെ വേദനിപ്പിച്ച് അകന്നു പോയത്? വായിച്ച് 1 കൊരിന്ത്യർ 1-ാം അധ്യായം വായിച്ച് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇതൊന്ന് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. വേറെ ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. ആദ്യം അവർ ദൈവത്തിൽ നിന്ന് അകൽച്ച തുടങ്ങിയത് എവിടെയാണ്? വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടല്ലോ. 1 കൊരിന്ത്യർ 7-ാം അധ്യായം എടുത്തേ. 7-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. 7-ാം അധ്യായം 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. ഈ ഭിന്നതയുടെ തുടക്കം അവരുടെ കുടുംബത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങുകയും, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളെപ്പോലെ നിങ്ങളുടെ ശരീരം പോലെ തന്നെ സ്നേഹിപ്പീൻ, അവരെ ബഹുമാനിപ്പീൻ. ഭാര്യമാര് അവരുടെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ തലയാണ് എന്നുള്ള വിധത്തിൽ മാനിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. വ്യക്തിപരമായ ജീവിതത്തിൽ തകർച്ച വന്നു, കുടുംബജീവിതത്തിൽ തകർച്ച വന്നു, ഭിന്നത വന്നു. മാത്രമല്ല ദൈവത്തിന് സ്തോത്രം. 11-ാം അധ്യായം എടുത്തി. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. ഇനി ആജ്ഞാപിപ്പാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. വായിച്ചു. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞെട്ടലോടെയാണ് ഞാൻ ഈ വാക്കുകൾ വായിക്കുന്നതും പറയുന്നതും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു തലയും ദൈവമക്കൾ ഓരോരുത്തരും ശരീരത്തിൻ്റെ അവയവങ്ങളും പോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ ബന്ധപ്പെട്ട് ആത്മാവിനാൽ ഒരേ മനസ്സിൽ ആരാധിച്ചതായ ദൈവമക്കൾ ഇപ്പോൾ ഭിന്നതയിലാണ്. നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കാണ് എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം കൂടി വായിച്ച്. 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാം കാണുന്ന ദൈവത്തിൻ്റെ അഗ്നിജാലക്കത്ത കണ്ണിൻ്റെ മുൻപിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഞാൻ വളരെ ശാന്തമായി നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ സ്വർഗീയമായ ശാന്തിയും സമാധാനവും തളം കെട്ടി നിൽക്കുന്നുണ്ടോ? ഒരു ഹാർമോണിയസ് എക്സിസ്റ്റൻസ് ഉണ്ടോ? ഒരു മനസ്സാണോ? ദൈവത്തിന് സ്തോത്രം. ഭാര്യയും ഭർത്താവും രണ്ടല്ല ഒന്നാണെന്ന് പറയാൻ സാധിക്കുമോ? മക്കൾ നിങ്ങളുടെ വരുതിയിലാണോ? അമ്മായിയമ്മയും മരുമകളും പെറ്റ തള്ളയും കുഞ്ഞും പോലെയാണോ? ദൈവത്തിൻ്റെ മഹത്വം. കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, കുടുംബങ്ങൾ കൊച്ചു കൊച്ചു പറുദീസകളായി മാറണം. സ്നേഹത്തിൻ്റെ സർവകലാശാലകളായി മാറണം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പറയും, വാസ്തവത്തിൽ കുഴപ്പം തുടങ്ങിയത് ആദ്യത്തെ കുടുംബത്തിലാണ്. ആത്മീയ ഉണർവ് തുടങ്ങേണ്ടതും നമ്മുടെ ഭവനങ്ങളിലാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. വ്യക്തി ജീവിതത്തിൽ സമാധാനമില്ല, കുടുംബജീവിതത്തിൽ ഒരു മനസ്സില്ല. അതുകൊണ്ട് എന്തു സംഭവിക്കുന്നു? കൂട്ടായ്മയിലും ഭിന്നതയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, അവിടെ തുടർന്ന് വായിക്കുന്നുണ്ട്, അവിടെ പക്ഷം തിരിയാണ്. അതും തുടർന്ന് വായിച്ചത് 1-ാം അധ്യായത്തിൻ്റെ 11. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ. ദൈവമക്കളെ, എല്ലാവരും ഒന്ന് ചിന്തിക്കണം. ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ.
ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ. ഇതൊന്നുമല്ല, ഞാൻ സത്യമായിരിക്കുന്ന ഈ വിശ്വാസിയാണ്. അവരെന്താ പറയുന്നത്? ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്ന പോലെ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിക്കാനും പറയാനും എനിക്ക് പേടിയാണ്. ഒന്ന് വായിച്ച് 12 വായിച്ച്. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? കേട്ടോ നിങ്ങളെല്ലാവരും? ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച്. ഒന്നോടെ വായിച്ച വാക്യം. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിക്കട്ടെ. ഇൻ ഇഫക്റ്റ് യു ഹാവ് ബ്രോക്കൺ ക്രൈസ്റ്റ് ഇൻ ടു മെനി പീസസ്. എല്ലാവരും കേട്ടോ? അത് നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെങ്കിൽ, നേതൃസ്ഥാനത്തിന് വേണ്ടിയുള്ള വടമലി ഉണ്ടെങ്കിൽ, പക്ഷം പിടിച്ചുള്ളതായ ഗ്രൂപ്പിസം ഉണ്ടെങ്കിൽ, സ്ഥാനമോഹമുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ആരുടെങ്കിലും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നുകൊണ്ട് വാദിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ, ജീവനുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന ശരീരം ഖണ്ഡിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കുകയാണ്. പൗലോസ് പറഞ്ഞ കാര്യമാണ്. ഇൻ ഇഫക്റ്റ് യു ഹാവ് ബ്രോക്കൺ ക്രൈസ്റ്റ് ഇൻ ടു മെനി പീസസ്. കക്ഷിത്വം സഭയിലെ മക്കൾക്ക് പാടില്ല. കക്ഷിത്വം കൂട്ടായ്മയിലെ ദൈവമക്കൾക്ക് പാടില്ല. നമുക്കൊരു കക്ഷിയുമില്ല, നമുക്കൊരു പക്ഷവുമില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളാകെ ഒരു പക്ഷക്കാരൻ. ദൈവത്തിന് സ്തോത്രം. ഞാനും എൻ്റെ കർത്താവും മാത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്താണ് അടിസ്ഥാന കാരണം എന്നറിയാമോ? 1 കൊരിന്ത്യർ അവസാനത്തേക്ക് വരുമ്പോൾ പൗലോസ് പറയും, അടിസ്ഥാന മക്കളെ, സ്നേഹം നഷ്ടപ്പെട്ടു. സ്നേഹം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കീൻ എന്ന് ഗിരിപ്രഭാഷണത്തിൽ ആദ്യത്തെ പ്രസംഗത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മലപ്രസംഗം മറ്റൊരു മലയിൽ പ്രാവർത്തികമായി കാണിച്ചു കൊടുത്തു. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. വചനത്തിൻ്റെ കസർത്തല്ല കർത്താവായ യേശുക്രിസ്തു നമ്മളെ കാണിച്ചു തന്നത്, ജീവിതത്തിൻ്റെ മാതൃകയാണ്. ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതായ ഓരോ വാക്കുകളും കാൽവറി മലയിൽ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. തല്ലിയാലും തുപ്പിയാലും രോമം പിഴുത്തെടുത്താലും ആണികളടിച്ചാലും തലയിൽ മുഴുക്കിലിടം വെച്ചാലും എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രം, ഇവരോട് ക്ഷമിക്കണമേ. നന്ദിയോടെ സ്തോത്രം. ഞാൻ ഉള്ളം തൊട്ട് കൊതിയോടെ നിങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനത്തെ 10 സത്യവിശ്വാസികളുടെ കൂട്ടമായി നമ്മുടെ കൂട്ടം ഒന്ന് മാറിയാൽ കൊള്ളാവുന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. കാൽവറിയിലെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട ദൈവമക്കളായി, ഭിന്നതയുടെ ലേവലേശം പോലുമില്ലാതെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പൗലോസ് സ്നേഹത്തിൽ ലക്ഷണം പറയുമ്പോൾ 13-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ മാത്രമെന്ന് വായിച്ച്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. ചീർക്കുന്നില്ല. അയോഗ്യമായി നടക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥത എന്ന് പറയുന്നില്ല. പക്ഷമൊന്നുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാൽവറിയിലെ സ്നേഹം എന്നിൽ നിങ്ങളുടെ ഒന്ന് കത്തി ജ്വലിക്കട്ടെ ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പിന്നെ ഭിന്നതയില്ലല്ലോ, നമുക്ക് ഒരു മനസ്സോടെ നിൽക്കാം. പൗലോസ് വളരെ വ്യക്തമായ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയും, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളെ പോലെ വലിപ്പ ചെറുപ്പം ഒന്നുമില്ല, ചിലതൊന്നും പുറത്ത് കാണാനില്ല, ഹൃദയം പുറത്ത് കാണാനില്ല, പക്ഷേ വിലയേറിയതല്ലേ ദൈവമക്കളെ. അതുപോലെ ഈ വചനം കേൾക്കുന്ന ഈ നിമിഷം മുതൽ ഭിന്നതകൾ മറക്കുക, പരസ്പരം നിരപ്പാകുക, ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ക്രൂശിനെ ചുറ്റിപ്പറ്റി ആരാധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഭിന്നത നമ്മുടെ മധ്യത്തിൽ പാടില്ല. രണ്ടാമത് അവർ ദൈവത്തിൽ നിന്ന് അകന്ന് അധപ്പതിക്കാൻ കാരണം എന്താണ്? ഒന്ന് ഭിന്നത. രണ്ടാമത്തെ കാര്യം 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ സ്തോത്രം. കൊരിന്ത്യ സഭ അധപ്പതത്തിലേക്ക് പോകാൻ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്താണ്? വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. 5-ന്റെ-1. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു. അടുത്ത വാക്യം പരസ്യമായി വായിക്കാൻ പോലും ലജ്ജ തോന്നുന്നതാണ്. ദുർനടപ്പ് എന്ന് എടുത്ത് പൗലോസ് പറയുന്ന കാര്യം എന്താ വായിച്ച്? ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വച്ചുകൊള്ളുന്ന പോൽ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ ഞെട്ടലോടെ കേട്ട ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ബലം വിശുദ്ധിയല്ലേ? നമ്മുടെ സമ്പത്ത് വിശുദ്ധിയല്ലേ? ദൈവത്തിന് സ്തോത്രം. നമ്മളെ വിളിച്ച് വേർതിരിച്ചത് വിശുദ്ധ രാജകീയ പുരോഹിത വർഗമായിട്ടല്ലേ?
നമുക്ക് നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന തേജോമയനായ പരിശുദ്ധനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ മണവാട്ടിയായിട്ടല്ലേ? വാട്ടം മാലിന്യമില്ലാത്ത നിഷ്കളങ്ക മണവാട്ടിയായി നമ്മളുടെ ജീവിതത്തെ കാത്തു പരിപാലിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇപ്പോൾ എന്തായി? ഇമ്മൊറാലിറ്റി, ഫോർണിക്കേഷൻ, ദുർനടപ്പ്, അശുദ്ധി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, 1 കൊരിന്ത്യർ 6 അധ്യായം എടുത്ത് 1 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 13 വാക്യം വായിച്ച്. ശരീരമോ ദുർനടപ്പിനല്ല, ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവിനത്രേ. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും വ്യക്തമായി, വേറെ ആരും കേൾക്കണ്ട. ദൈവത്തിന് ദുർനടപ്പിന് ശരീരം വിട്ടുകൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അരുതാത്തത് കണ്ട് മോഹിച്ച് രസിക്കുന്ന കണ്ണുകളിൽ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? മറ്റ് വൃത്തികെട്ടായ ബ്ലൂ ഫിലിമിൽ ലൈംഗിക നഗ്നചിത്രങ്ങളും കണ്ട് കൊതിയോടെ നോക്കി രസിക്കുന്നവരാരെങ്കിലും ഇത് യുവാക്കന്മാർ യുവതികളും കേൾക്കുന്നുണ്ടോ? വിവാഹത്തിനുമുള്ളായിരിക്കുന്ന പ്രണയവും വിവാഹത്തിന് ശേഷമുള്ള അശുദ്ധമായിരിക്കുന്ന ബന്ധങ്ങളുമായി ജീവിതത്തെ തകർത്തതായ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മന്ദിരമായി പരിശുദ്ധാത്മാവിൻ്റെ കുടിയിൽ ഭവനമായി കാത്തു സൂക്ഷിക്കേണ്ട ഈ ശരീരത്തെ ദുർനടപ്പിന് വിട്ടുകൊടുത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇത് ഒരു ദൈവികമായ ശുശ്രൂഷയായി നിങ്ങൾ കാണണം. ഇത് വെറും ഒരു പ്രസംഗയോഗമല്ല. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ തെറ്റുപറ്റിയെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ മണവാട്ടിയുടെ സ്ഥാനത്ത് വ്യഭിചാരിണി എന്ന് വിളിക്കത്തക്കവണ്ണം പ്രകടമായ പാപത്തിലേക്കും ലൈംഗികമായ മോഹത്തിലേക്കും മദ്യപാനത്തിലേക്കും വേശ്യാവൃത്തിയിലേക്കും ലോകസ്നേഹത്തിലേക്കും എന്നെയും എൻ്റെ ശരീരത്തെയും വിട്ടുകൊടുത്ത് ഞാൻ മലിനമാക്കപ്പെട്ടല്ലോ എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പാപമോചനം ഒഴുകി വരുന്ന ക്രൂശിൻ ചോട്ടിലേക്ക് വന്ന് ആരക്തമാർന്നു നിൽക്കുന്ന ക്രൂശിനൊന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ ഞാൻ തീരുമാനിക്കുകയാണ്, ഈ ശരീരം നീ ഒന്ന് കഴുകിൽ തന്നാൽ ഇനി ഞാനതിനെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചുകൊള്ളാം. ശരീരമോ ദുർനടപ്പിനല്ല, ക്രിസ്തുവിനത്രയും. ആരെല്ലാം പറഞ്ഞു ഈ തീരുമാനത്തിൻ്റെ വാക്കുകൾ? ഞാനും പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും വളരെ വ്യക്തമായി ഉള്ളത്തിൻ്റെ ഭാഷയിൽ എന്ന് പറഞ്ഞ് മൈ ബോഡി ഈസ് ഫോർ ക്രൈസ്റ്റ്. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. വേർതിരിച്ചോ? വിശുദ്ധിക്ക് വേണ്ടി വേർതിരിച്ചോ? സമ്പൂർണമായി വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുമോ? ഒരു മണവാട്ടിയുടെ ദൈവത്തിന് സ്തോത്രം മണവാളനൊത്ത വിശുദ്ധിയോടെ എൻ്റെ ശരീരത്തെ ഞാൻ കാത്തു പരിപാലിക്കുമോ? ദൈവത്തിൻ്റെ മന്ദിരമായി ഞാനതിനെ സൂക്ഷിക്കുമോ? വന്നതെല്ലാം വന്നു. ക്രിസ്തീയത്തിൽ ഇന്നലകളില്ല. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. മണവാട്ടിയാണെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ ഒരു വാക്യം കൂടി വായിക്കാമോ? 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന് പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. അസാരം പുളിമാവ്, അസാരം അശുദ്ധി. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ കാര്യത്തിൽ ഒരു നോട്ടത്തിൽ തുടങ്ങിയാൽ മതി, അത് പ്രവൃത്തിയിലേക്ക് മാറും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏതെല്ലാം രംഗത്താണ് എൻ്റെ ജീവിതം കളങ്കം ഉള്ളതായി മാറുന്നത്, അശുദ്ധി പറ്റുന്നത്. അവിടെ നിന്നെല്ലാം നിങ്ങൾ കീപ്പ് അവേ ഫ്രം എവറിത്തിങ് ദറ്റ് ലുക്സ് ലൈക്ക് സിൻ. ഇപ്പോൾ വന്നതെല്ലാം കഴുകി മേടിക്കുക. ഒരു തീരുമാനത്തോടെ നിങ്ങൾ എഴുന്നേൽക്കണം. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ കാര്യം എന്താണ്? ദൈവത്തിൽ നിന്ന് അകന്നതായ കൊരിന്ത്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയതായ അപകടവും നമുക്ക് താക്കിയതായിരിക്കുന്നതുമായ 3-ാമത്തെ കാര്യം എന്നാണ്? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 27-28 വാക്യങ്ങൾ. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? യോഗ്യതയില്ലാത്ത കുർബാന അനുഭവം, പേരിന് മാത്രമുള്ളതായിരിക്കുന്ന ഭക്തി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകുന്ന വിശുദ്ധതകൾ ഭയത്തോടും വിറയലോടും കൂടിയാണ് അനുഭവിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന തീക്കട്ട, ദൈവത്തിന് സ്തോത്രം, അത് എന്തുമാത്രം കരുതലോടും ഭയത്തോടും കൂടിയാണ് നിങ്ങൾ വാതുറന്ന് സ്വീകരിക്കുന്നത്. ആത്മീയം ദൈവമക്കളുടെ ഭക്തിയുടെ വേഷമായി മാറരുത്. ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കാണുന്ന വേദനകരമായ ഒരു രംഗമാണ് ഈ പറയുന്നത്. എപ്രകാരം ജീവിക്കുന്നുള്ളൊരു വിഷയമല്ല.
അനുതാപത്തോടെ പാപം കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയ തീരുമാനത്തോടെയാണോ ഈ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുന്നുണ്ട്, തിന്നുവാനും കുടിക്കുവാനും നിങ്ങൾക്ക് വീടുകളില്ലയോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളാണ്. ദൈവമക്കളെ, അത് യോഗ്യതയില്ലാതെ അനുഭവിച്ചാൽ നിങ്ങൾ അനേകർ രോഗികളാകും, അനേകർ നിദ്ര കൊള്ളും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് വാഴ്ത്തി അനുഗ്രഹിച്ച് ആ തിരുശരീര രക്തങ്ങൾ സ്വന്തം കൈകൊണ്ട് എടുത്ത് യൂദയ്ക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. യോഹന്നാൻ 11-ാം അധ്യായം എടുത്ത്, യോഹന്നാൻ 11-ാം അധ്യായത്തിൻ്റെ അത് വായിക്കാൻ ആസ്തയിൽ എനിക്ക് പേടിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ഭയത്തോടെയാണോ ഇത് അനുഭവിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവാണ് കൊടുത്ത്, വേറെ ആരുമല്ല. കൊടുത്തത് എൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകിയ ആ തിരുശരീര രക്തങ്ങളാണ് കൊടുത്തത്. വാങ്ങിച്ചത് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടന്ന ആ യൂദയാണ്. ദൈവത്തിന് സ്വന്തം യൂദയ്ക്ക് എന്ത് കിട്ടി? വായിച്ചേ 11-ാം അധ്യായത്തിന്റെ 26-27 വാക്യം. കണ്ടം മുക്കി ശീമോൻ ഇസ്കറിയാത്താവിന്റെ മകനായ യൂദയ്ക്ക് കർത്താവായ യേശുക്രിസ്തു ശീമോൻ ഇസ്കറിയാത്താവിന്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. എല്ലാവരും കണ്ണു തുറന്ന് ഹൃദയം തുറന്ന് ഒന്ന് കേട്ടെ. അടുത്ത വാക്യം. കണ്ടം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. കേട്ടോ എല്ലാവരും? കൊടുത്തത് ആരാണ്? യേശുവാണ്. എന്നാണ് കൊടുത്തത്? തിരുശരീര രക്തങ്ങൾ. ആർക്കാണ് കൊടുത്തത്? ശിഷ്യന്. കിട്ടിയത് എന്താണ്? നിങ്ങൾ വായിച്ചു കേട്ടില്ലേ? സാത്താൻ അവനിൽ കടന്നു. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ കഴിഞ്ഞ ഞായറാഴ്ച മിസ് കുർബാന അനുഭവിച്ച വ്യക്തിയാണ് നിങ്ങളോട് പറയുന്നത്. അനുഭവിക്കേണ്ട എന്നല്ല പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഭയത്തോടെയാണോ? ഒരുക്കത്തോടെയാണോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന അനുഭവത്തിലാണോ? ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തുവാണെന്നുള്ള ബോധ്യത്തോടെയാണോ വിശുദ്ധ കുർബാനാനുഭവത്തിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്തുമാത്രം വിശുദ്ധിയോടെ കാത്തു പരിപാലിക്കാൻ സാധിച്ചു? അല്ല എങ്കിൽ വിശുദ്ധ കുർബാന അനുഭവിച്ചു. യൂദ എങ്ങോട്ടാണ് പോയത്? 30-ാമത്തെ വാക്യം വായിച്ച്. 13-ാം യോഹന്നാൻ 13:30. കണ്ടം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കണ്ണം വാങ്ങി വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം യൂദ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ യേശുവിൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോയി. എങ്ങോട്ടാ പോയത്? അപ്പോഴാ അന്തരീക്ഷം എങ്ങനെയായിരുന്നു? വായിച്ചേ. അപ്പോൾ രാത്രിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇരുട്ടിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വെളിച്ചത്തിൽ കൂടി നടക്കേണ്ടതായ ദൈവവൈതൽ ഇരുട്ടിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. പേരിന് മാത്രമായി അധപ്പതിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ കൂട്ടായ്മയിൽ വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കളുടെ ആരാധന, വിശുദ്ധ കുർബാന അനുഭവം, ദൈവത്തിന് ഓരോ കൂദാശകളിലും സംബന്ധിക്കുന്നത് ദൈവികമായ കാഴ്ചപ്പാടും കൂടെയും ആത്മാവിലുമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അടുത്ത എന്താണ് ദൈവമക്കളെ? ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിച്ച്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടതായ വലിയൊരു അമൂല്യ നിധിയുണ്ട്. എന്താണത്? മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. അവർക്കൊരു സംശയമാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, കബറടക്കപ്പെട്ടു. ദൈവം ഉയർത്തെന്നിട്ടെന്ന് പറയുന്നത് സത്യമാണോ? വായിച്ചു. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു ഉയർത്തെന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. അടുത്ത വാക്യം. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും കേട്ടെ. അവർക്ക് നഷ്ടപ്പെട്ട വലിയൊരു ഭാവി പ്രത്യാശയുണ്ട്. നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. സകല മനുഷ്യരിലും അരിഷ്ടൻ ആരാണ്? സമ്പത്തില്ലാത്തവനല്ല, വിട്ടുപിരിയാത്ത രോഗമുള്ളവനല്ല, സ്വന്തം വീടില്ലാത്തവനല്ല, പീഡികത്തിണ്ണയിൽ കിടക്കുന്നവനല്ല, ചില അവയവങ്ങൾ നഷ്ടപ്പെട്ടവരല്ല, മക്കളില്ലാത്തവരല്ല, സൗന്ദര്യമില്ലാത്തവരല്ല. ലോകത്തിൽ വെച്ച് ഏറ്റവും അരിഷ്ട മനുഷ്യരാരാണ്? കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ പ്രത്യാശയില്ലാത്തവരാണ്. ഇല്ലാത്തവനാണ്. നിങ്ങളെങ്ങനെയാണ്? കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും 2ാമത്തെ എഴുന്നള്ളത്തിനായി നോക്കി പാർത്തിരിക്കുകയും ചെയ്യുന്നു എന്ന് എടുത്ത് ആവർത്തിച്ച് പറഞ്ഞാൽ പോരാ. കർത്താവിന് സ്തോത്രം. കർത്താവ് 2ാമത് വരുമോ മക്കളെ? ഞാൻ 100% വിശ്വസിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ഉയർത്തി കാണിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ഇപ്പോൾ സ്വർഗം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മണവറ ഒരുങ്ങി തീരാറായി. എൻ്റെ ആത്മമണവാളൻ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറന്നുയരാൻ കർത്താവേ അടിയൻ കൊതിയോടെ നിൽക്കുകയാണ്. അതിന് തക്കവണ്ണം എന്നെ വിശുദ്ധീകരിക്കണമേ. നിന്റെ തീ ഇറങ്ങി ബന്ധനക്കെട്ടുകളെല്ലാം പൊട്ടണമേ. ഹല്ലേലൂയ. ഭാവി പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഭിന്നത ഉണ്ടാകരുത്. നിങ്ങളുടെ ഇടയിൽ ഒരിക്കലും അശുദ്ധമായ ദുർനടപ്പുണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരക്തങ്ങൾ അനുഭവിച്ച് കർത്താവായ യേശുക്രിസ്തു അകത്ത് വസിക്കുന്ന ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ വേണം വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ദൈവമക്കൾ മുന്നോട്ട് പോകാനായിട്ട്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ സമ്പൂർണ്ണ പ്രത്യാശ വച്ചിരിക്കുന്നവരായിരിക്കണം. നിങ്ങൾ എന്ത് പറയുന്നു? നന്ദിയോടെ സ്തോത്രം. ഒരു പുതിയ അധ്യായം തുടങ്ങണ്ടേ? ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് ക്രൂശിൻ ചോട്ടിൽ മുട്ടുമടക്കാം. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി നീ മധ്യാകാശത്തിൽ എഴുന്നള്ളാറായി എന്ന അടികൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. പറന്നുയരുന്ന മണവറയിലെത്തുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഞങ്ങളെയും കൂട്ടിച്ചേർക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരവല്ലമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.